ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, രാജ്യം പൊതു തെരഞ്ഞെടുപ്പിലേക്ക് കടക്കുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിച്ചു. ഏപ്രിൽ 19 മുതൽ ജൂൺ 1 വരെ 7 ഘട്ടങ്ങളിലായാണ് തെരഞ്ഞെടുപ്പ്. രണ്ടാം ഘട്ടമായ ഏപ്രിൽ 26-ന് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കും. തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം മാർച്ച് 28-ന് നിലവിൽ വരും. നാമനിർദ്ദേശ പത്രിക ഏപ്രിൽ 4 വരെ സമർപ്പിക്കാം. ഏപ്രിൽ 5-ന് സൂക്ഷ്മ പരിശോധനയും ഏപ്രിൽ 8-ന് പത്രിക പിൻവലിക്കുകയും ചെയ്യാം. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊപ്പം ആന്ധ്രാപ്രദേശ്, അരുണാചൽ പ്രദേശ്, സിക്കിം, ഒഡീഷ സംസ്ഥാനങ്ങളിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുകളും നടക്കും. അരുണാചൽ പ്രദേശിലും സിക്കിമിലും ഏപ്രിൽ 19-നും ആന്ധ്രാപ്രദേശിലും ഒഡീഷയിലും മെയ് 13-നും തെരഞ്ഞെടുപ്പ് നടക്കും. ഡൽഹി വിഗ്യാൻ ഭവനിലെ വാർത്താസമ്മേളനത്തിൽ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാറാണ് തീയതികൾ പ്രഖ്യാപിച്ചത്. Schedule of the Lok Sabha poll, second phase. Notification will start on 28th of March and date of poll will be 26th of April. Similarly here, in case of J&K, because of the some holiday, the date of one day would be different, date of security of nomination would be different, but date of gazette notification or date of poll would be common. फेज 1 में 21 राज्य पोलिंग में जाएंगे और फेज 2 में उसमें से और राज्य जुड़ जाएंगे. So this is the map which would be phase 2. പൊതു തെരഞ്ഞെടുപ്പിന് പൂർണ്ണ സജ്ജമെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു. എല്ലാവരും വോട്ട് ചെയ്യണമെന്നും ഇലക്ഷൻ കമ്മീഷൻ അഭ്യർത്ഥിച്ചു. 1.8 കോടി കന്നി വോട്ടേഴ്സാണ് രാജ്യത്തുള്ളത്. 85 വയസ്സ് കഴിഞ്ഞവർക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ വോട്ട് ഫ്രം ഹോം സംവിധാനം ഏർപ്പെടുത്തും. സ്ഥാനാർത്ഥിയുടെ വിവരങ്ങൾ KYC ആപ്പിൽ ലഭ്യമാകും. വോട്ടർമാർക്ക് പരാതി അറിയിക്കാൻ സി വിജിൽ മൊബൈൽ ആപ്പ് സജ്ജമാക്കും. പരാതി ലഭിച്ച് 100 മിനിറ്റിനകം പരിഹാരം ലഭിക്കും. ക്രമക്കേടുകൾ പരിശോധിക്കാൻ ജില്ലകളിൽ മുഴുവൻ സമയ കൺട്രോൾ റൂം തുറക്കും. അതിർത്തികളിൽ ഡ്രോൺ നിരീക്ഷണം ഏർപ്പെടുത്തും. പ്രശ്നബാധിത ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് സംവിധാനം ഏർപ്പെടുത്തും. സമൂഹമാധ്യമങ്ങളിലൂടെ എതിരാളികളെ മോശമായി ചിത്രീകരിക്കുന്ന പോസ്റ്റുകൾ പാടില്ല. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കുട്ടികളെ ഉപയോഗിക്കരുത്. 2100 തെരഞ്ഞെടുപ്പ് നിരീക്ഷകരെ രാജ്യത്തുടനീളം വിന്യസിക്കുമെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ രാജീവ് കുമാർ പറഞ്ഞു. ആർ രാധാകൃഷ്ണൻ വിശദാംശങ്ങളുമായി. ആർക്കെ, ഏപ്രിൽ 19-ന് തുടങ്ങുന്ന ഒന്നാം ഘട്ടം, അത് 7 ഘട്ടങ്ങളെന്ന് പറയുമ്പോൾ പിന്നീട് മെയ് മാസം മുഴുവൻ പല തീയതികളിലായി, അതിനുശേഷം ജൂൺ 1-ന് അവസാന പോളിംഗ് ദിനം, ജൂൺ 4-ന് വിധി ദിനം എന്ന തരത്തിലേക്ക് അങ്ങനെ 7 ഘട്ടം. നമ്മൾ നേരത്തെയൊക്കെ പറഞ്ഞതുപോലെ ആ സൂചന അതേപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ ഒരുക്കങ്ങൾ എന്നതാണ് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചിട്ടുള്ളത്. പ്രധാനമായും 7 ഘട്ടങ്ങളിൽ തന്നെ വോട്ടെടുപ്പ് നടക്കുന്ന ഉത്തർപ്രദേശ്, ബംഗാൾ, ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളുണ്ട്. മറ്റു ചിലയിടങ്ങളിൽ 5 ഘട്ടങ്ങൾ, കർണാടകത്തിൽ 2 ഘട്ടം. ആ തരത്തിലേക്ക് നമ്മൾ പ്രധാനപ്പെട്ട ചില സംസ്ഥാനങ്ങളെ കൂടി എടുത്തു പറഞ്ഞാൽ എങ്ങനെയാണ് പോളിംഗ്? ഈ ആദ്യഘട്ടത്തിൽ അനുജ് സൂചിപ്പിച്ചതുപോലെ 19 ഏപ്രിലിനാണ് വോട്ടെടുപ്പ് നടക്കുക. 102 സീറ്റുകൾ അന്ന് ബൂത്തിലെത്തും. രണ്ടാമത്തെ ഘട്ടത്തിൽ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ തെരഞ്ഞെടുപ്പ് നടക്കും. 26 ഏപ്രിലിനാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. 89 മണ്ഡലങ്ങളാണ് അന്ന് വോട്ട് ചെയ്യുക. മൂന്നാം ഘട്ടത്തിൽ 7 മെയ് 94 സീറ്റുകൾ അന്ന് തെരഞ്ഞെടുപ്പ് നടക്കും. നാലാം ഘട്ടത്തിൽ 13 മെയ് 96 സീറ്റുകളായിരിക്കും വോട്ടെടുപ്പ് നടക്കുക. അഞ്ചാം ഘട്ടത്തിൽ 20 മെയ് 49 സീറ്റുകൾ അന്ന് ബൂത്തിലെത്തും. ആറാം ഘട്ടത്തിൽ 25 മെയ് 57 സീറ്റുകളായിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക. ഏഴാം ഘട്ടത്തിൽ, ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടത്തിൽ, ഏറ്റവും അവസാന ഘട്ടത്തിൽ 57 സീറ്റുകൾ ബൂത്തിലെത്തും. 26-ാം തീയതിയാണ് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് നടക്കുക. കൌണ്ടിംഗ് നടക്കുന്നത്, വോട്ടെണ്ണൽ നടക്കുന്നത് 4 ജൂണിനായിരിക്കും. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി ഇതിനകം എന്നുള്ള അവകാശവാദമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ഇക്കാര്യത്തിൽ മുന്നോട്ട് വെച്ചത്. രാജ്യത്ത് എല്ലാവിധത്തിലുള്ള സംവിധാനങ്ങളും തെരഞ്ഞെടുപ്പ് സുഗമമായി നടത്തുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാവിധത്തിലുള്ള ഒരുക്കങ്ങളും തയ്യാറാക്കിയിട്ടുണ്ട് എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. വലിയ വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഒരു പൊതു തെരഞ്ഞെടുപ്പ് രാജ്യത്ത് യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കങ്ങൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നടത്തുന്നത്. ആദ്യം ബൂത്തിലെത്തുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 22ആണ്. അത് അരുണാചൽ പ്രദേശ്. ഒറ്റ ഘട്ടമായിട്ട് നടക്കുന്ന സംസ്ഥാനങ്ങളുടെ എണ്ണം 22ആണ്. അങ്ങനെയുള്ള ഒറ്റഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങൾ ഇതൊക്കെയാണ്: അരുണാചൽ പ്രദേശ്, ആന്ധ്രാപ്രദേശ്, ഛത്തീസ്ഗഡ്, ഒപ്പം ഡൽഹി, ഗോവ, ഗുജറാത്ത്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, കേരളം, ലക്ഷദ്വീപ്, ലഡാക്ക് തുടങ്ങിയിട്ടുള്ള കേന്ദ്രഭരണ പ്രദേശങ്ങൾ, മിസോറാം, മേഘാലയ, നാഗാലാൻഡ്, പുതുച്ചേരി, സിക്കിം, തമിഴ്നാട്, പഞ്ചാബ്, തെലങ്കാന, ഉത്തരാഖണ്ഡ്, ഈ സംസ്ഥാനങ്ങളെല്ലാം ഒറ്റഘട്ടമായിട്ടാണ്
വോട്ടെടുപ്പ് നടക്കുന്നത്. 2 ഘട്ടങ്ങളിലായിട്ട് വോട്ടെടുപ്പ് നടക്കുന്നത് 4 സംസ്ഥാനങ്ങളിലാണ്. നമ്മുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കർണാടകയിൽ 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. രാജസ്ഥാനിലും ത്രിപുരയിലും മണിപ്പൂരിലും 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കാനായിട്ട് പോകുന്നത്. 3 ഘട്ടമായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് 2 സംസ്ഥാനങ്ങളിലാണ്. ഛത്തീസ്ഗഡിലും അസമിലുമാണ് ഈ 3 ഘട്ടങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 4 ഘട്ടമായിട്ട് വോട്ടെടുപ്പ് നടക്കുന്നത് 3 സംസ്ഥാനങ്ങളിലാണ്. ഒഡീഷ, മധ്യപ്രദേശ്, ജാർഖണ്ഡ് സംസ്ഥാനങ്ങളിലാണ് ഇങ്ങനെ 4 ഘട്ടങ്ങളിലായിട്ട് വോട്ടെടുപ്പ് നടക്കുന്നത്. 5 ഘട്ടമായിട്ട് വോട്ടെടുപ്പ് നടക്കുന്നത് മഹാരാഷ്ട്ര, ജമ്മു കശ്മീർ തുടങ്ങിയ ഇടങ്ങളിൽ ആണ്. എന്നാൽ 7 ഘട്ടങ്ങളിലായിട്ട് വോട്ടെടുപ്പ് നടക്കുന്നത് 3 സംസ്ഥാനങ്ങളിലാണ്. ഉത്തർപ്രദേശ്, പശ്ചിമ ബംഗാൾ, ബീഹാർ ഈ 3 സംസ്ഥാനങ്ങളിലും 7 ഘട്ടങ്ങളിലും വോട്ടെടുപ്പ് ഉണ്ടാകും. എല്ലാ വിധത്തിലുള്ള ക്രമീകരണങ്ങളും സുഗമമായിട്ട് വോട്ടെടുപ്പ് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ ക്രമീകരണങ്ങളും ഒരുക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് 7 ഘട്ടത്തിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് എന്ന വിധത്തിൽ നിശ്ചയിച്ചത് എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നുണ്ട്. വ്യത്യസ്തങ്ങളായിട്ടുള്ള വെല്ലുവിളികൾ കമ്മീഷനെ സംബന്ധിച്ച് നേരിട്ടിരുന്നു. ആ വെല്ലുവിളികളെല്ലാം ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സാങ്കേതികമായിട്ടും മറ്റ് അർത്ഥത്തിലും നേരിടാൻ ആവശ്യമായിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കള്ളപ്പണത്തിന്റെ ഒഴുക്ക് തെരഞ്ഞെടുപ്പിൽ കർശനമായിട്ട് നിയന്ത്രിക്കും. KYC എന്ന നോ യുവർ കാൻഡിഡേറ്റ് എന്ന പുതിയ സംവിധാനത്തിലൂടെ ഏറ്റവും വേഗത്തിൽ തന്നെ തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പരിചയപ്പെടാനായിട്ടുള്ള അവസരം വോട്ടർമാർക്ക് ലഭ്യമാകും. സ്ഥാനാർത്ഥികളിൽ ഈ ക്രിമിനൽ റെക്കോർഡുകൾ ഉള്ളവർ അവരെ ഈ ക്രിമിനലുകളുടെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്തുന്നതിന് വേണ്ടി പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് 3 തവണ പത്രത്തിൽ പരസ്യം നൽകണം. തങ്ങളുടെ ഈ ക്രിമിനൽ റെക്കോർഡുകളെ സംബന്ധിച്ച് 3 തവണ പത്രത്തിൽ പരസ്യം നൽകണം എന്ന വിവരം ഉൾപ്പെടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ന് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നുണ്ട്. ഒരു വട്ടം കൂടി നമുക്ക് ഈ തെരഞ്ഞെടുപ്പിന്റെ തീയതികൾ ഒന്ന് പറഞ്ഞു പോവുകയാണെങ്കിൽ, 1-ാം ഘട്ടത്തിൽ 19-ാം തീയതി ഏപ്രിൽ 19-നാണ് ആദ്യഘട്ടത്തിൽ രാജ്യം ബൂത്തിലെത്തുന്നത്. 2-ാം ഘട്ടത്തിൽ 26 ഏപ്രിലിനാണ് രാജ്യം ബൂത്തിലെത്തുക. 3-ാം ഘട്ടത്തിൽ 7 ഘട്ടമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നു. അതിൽ കേരളത്തിൽ 2-ാം ഘട്ടത്തിലാണ് ഏപ്രിൽ 26-ന്. ഇപ്പോൾ വിശ്വാസത്തോടു കൂടി തന്നെയാണ് കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി മാധ്യമങ്ങളോട്. ഏത് ദിവസമാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല. അല്ല, വോട്ടർമാരെ കണ്ടതിൽ നിന്നും എനിക്ക് മനസ്സിലായത് അത് വളരെ പ്രാധാന്യമുള്ളൊരു ഇലക്ഷനാണെന്നും ഇത് അപകടകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് കേരളം പോകുന്നുവെന്നും അത് തടഞ്ഞു നിർത്താനോ അല്ലെങ്കിൽ അതിനൊരു പരിഹാരം ഇടതുപക്ഷം മാത്രമാണെന്നും ഒക്കെയുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലായത്. അത് ഇങ്ങനെ ആരെങ്കിലും സ്വഭാവ രീതി വെച്ചിട്ടോ അല്ലെങ്കിൽ ചില ആംഗ്യങ്ങളോ അല്ലെങ്കിൽ ചില നിശബ്ദത അങ്ങനെയൊന്നുമല്ല, വ്യക്തമായി പറയുകയാണ്. ഇത് പ്രത്യേകിച്ച് ന്യൂനപക്ഷങ്ങളും തൊഴിലാളികളും, കൊല്ലം തൊഴിലാളികളുടെ ഒരു സ്ഥലമാണ്. അവിടെ വ്യക്തമായിട്ട് നമ്മൾ പറയുന്നതിന് മുമ്പ് ഇങ്ങോട്ട് പറയുകയാണ്, ഇത് തടയണം. പിന്നെ വളരെ ഇച്ചിരി മേലെത്തട്ടിലുള്ള ആൾക്കാരൊക്കെ നമ്മളിത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾക്ക് അങ്ങനെ ഇറങ്ങാൻ പറ്റില്ല, ഞങ്ങളുടെ മനസ്സങ്ങനെ തുറന്ന് കാണിക്കാൻ പറ്റാത്ത നിങ്ങൾക്കറിയാമല്ലോ. നിങ്ങളാണത് ചെയ്യേണ്ടത്, നിങ്ങളാണ് ജനങ്ങളുടെ ഇടയിൽ അത് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എന്ന് വരെ പറയുന്നുണ്ട്. അതൊക്കെ വലിയ ആത്മവിശ്വാസമാണ് നമുക്ക് നൽകുന്നത്. എല്ലാം വരട്ടെ, അങ്ങനെയുള്ള രാഷ്ട്രീയമല്ലല്ലോ നമ്മുടെ രാഷ്ട്രീയം. ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുന്നു, അത് കൊല്ലത്തിന് ആവശ്യമാണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നു. എല്ലാ സ്ഥലത്തും അതിനൊരു നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. അതൊക്കെയാണ് ഇപ്പം സാധാരണഗതിയിൽ ഇപ്പം ഞാൻ ഒരു കലാകാരനായതുകൊണ്ടും പെട്ടെന്ന് ആരെങ്കിലും ഒരാളൊക്കെ തിരിഞ്ഞു നിന്ന് എതിർത്ത് കഴിഞ്ഞാലൊക്കെ നമ്മൾ ഒന്ന് ഡെസ്പറേറ്റ് ആവുമായിരുന്നു പണ്ട്. ഇപ്പം നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കി എന്താണ്. അപ്പോൾ ഇവർക്ക് ഇങ്ങനെ പഠിപ്പിച്ചു കൊടുത്തിരിക്കുന്ന തരത്തിലുള്ള ചില റിയാക്ഷൻസ് കാണും. അപ്പം ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്ന് ഒരു സ്ഥലത്ത് ചെന്നപ്പോഴത്തേക്ക് എന്തായി ക്ഷേമ പെൻഷൻ എന്തായി എന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മൾ പറയുകയാണ് ആദ്യ ഗഡു അത് ആരും പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞവർ പറയാൻ വിഷമമാണ്. ഏപ്രിൽ 14-ാം തീയതിക്കകം അടുത്ത 2 ഗഡുക്കളും 4800 രൂപ കിട്ടും. അതിനനുസരിച്ച് മുന്നോട്ട് ഓരോരോ ഗഡുക്കളായിട്ട് തരും. ഇതൊന്നും ഞങ്ങൾ അറിഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞു പറയില്ല ഇതെല്ലാം. അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇതിനിടയിൽ നടക്കുന്നുണ്ട്. നല്ല കാര്യങ്ങളൊന്നും അവരിൽ എത്തിക്കാൻ നോക്കുന്നില്ല, മറച്ചു വെക്കാൻ നോക്കുന്നു. പക്ഷെ 1-2 ദിവസം കഴിയുമ്പോൾ അതെല്ലാം എത്തുമല്ലോ. അപ്പോൾ അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും ആദ്യത്തെ ദിവസം തന്നെ
ഫസ്റ്റ് ഡേ നമുക്കറിയാം ഈ പാർലമെന്റ് ഇലക്ഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുറച്ച് ഒരുപാട് സ്ഥലങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു സ്ലോ സ്പീഡായിരിക്കും, അതിൻ്റെ ഒരു പേസ് വളരെ സ്ലോ ആയിരിക്കും സാധാരണഗതി. പക്ഷേ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇപ്രാവശ്യം ഏറ്റവും ചൂടുള്ള സ്ഥലത്ത്, കൊല്ലത്തൊക്കെ കേരളത്തിലെ ഏറ്റവും ചൂടുള്ള സ്ഥലങ്ങളൊക്കെ കൊല്ലമാണ്, പുനലൂരും, അവിടെയൊക്കെ തന്നെ ആവേശത്തോടു കൂടിയാണ്. ആദ്യത്തെ ദിവസമൊക്കെ ചൂട് ആൾക്കാരൊക്കെ പറയും ഇതെങ്ങനെയാണ് ചൂടിനെ എങ്ങനെ പിന്നെ എതിരിടും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ തിരഞ്ഞെടുപ്പിന്റെ ചൂട് വന്നപ്പോഴത്തേക്ക് ആർക്കും ചൂട് അനുഭവപ്പെടുന്നില്ല എന്നുള്ളതാണ് സത്യസന്ധമായ യാഥാർത്ഥ്യം. അല്ലാതെ ആരെങ്കിലും അങ്ങനെയൊക്കെ പറയുന്നതിനകത്ത് എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. കാര്യം ഒരു സ്ഥാനാർത്ഥിയൊക്കെ അങ്ങ് പോകുമോ? പിന്നെ അതിനപ്പുറം അവരൊക്കെ വലിയ ബുദ്ധിമാന്മാരില്ലേ, നമ്മളൊക്കെ അല്ലേ സ്ട്രൈറ്റ് ഫോർവേഡ്. അപ്പോൾ എന്തെങ്കിലും അജണ്ട അതിൻ്റെ പിന്നിലുണ്ടോ അത് നമുക്ക് അറിഞ്ഞൂടാ. അത് നമ്മൾ അന്വേഷിക്കാൻ നമ്മൾ ബോധേടുമല്ല. അല്ല, അതിനെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല. LDF ഇതിനെ കാര്യമായി തന്നെ ഇപ്പോൾ സംസ്ഥാന സെക്രട്ടറിയോട് സംസാരിക്കുമ്പോൾ പോലും ഇത് തള്ളുന്നില്ല. കാര്യം അങ്ങനെയാണ്, കൂടെ വിരുന്നിനുണ്ടായിരുന്ന ഒരാൾ പോയി കഴിഞ്ഞു എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. കാര്യം അപ്പോൾ LDF ഇതിനെ കാര്യമായി തന്നെ പ്രചരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. അല്ല, അത് ഉപയോഗിക്കണമല്ലോ. അതിനകത്ത് തെറ്റില്ല. അവർക്ക് ഇത്രയും ചെയ്യാമെങ്കിൽ അത് ചൂണ്ടിക്കാട്ടുന്നതിനകത്ത് ഒരു തെറ്റും ഇല്ലല്ലോ. അപ്പോൾ അത് എന്താണ് അതിൻ്റെ എന്നുള്ളതൊക്കെ ഇനി കുറച്ച് ദിവസത്തിനകം എല്ലാം അറിയാൻ പോവില്ലേ. ഉണ്ട്. അല്ല, ഗുണകരമായി മാറണം. അപ്പം ശരിക്കും കൊല്ലത്തെ LDF സ്ഥാനാർത്ഥി M മുകേഷ് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. സമയം ആവശ്യത്തിനുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മറ്റൊന്ന്, കൊല്ലത്ത് മാറ്റം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് അവിടുത്തെ വോട്ടേഴ്സ് എന്നുകൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. തിരികെ R രാധാകൃഷ്ണനിലേക്ക് പോവുകയാണ്. തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചിരിക്കുന്നു. 7 ഘട്ടങ്ങളിലായുള്ള തെരഞ്ഞെടുപ്പ്. കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നത് 2ാം ഘട്ടത്തിലാണ്. ഏപ്രിൽ 26-ന്, ഏപ്രിൽ 19-നാണ് 1ാം ഘട്ടം. ജൂൺ 1-ന് അവസാന ദിവസത്തെ പോളിംഗ്. അതിനുശേഷം ജൂൺ 4-നാകും വിധി ദിനം എന്നുള്ളതാണ്. ഇന്നേക്ക് 41ാം നാൾ കേരളം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്നു. അതിനുശേഷം 39 ദിവസം കാത്തിരുന്നാലാണ് ആർക്കാണ് കേരളം വിധിയെഴുതിയത് എന്നറിയാൻ കഴിയൂ എന്നുള്ളതാണ്. ഒട്ടേറെ സൗകര്യങ്ങൾ ഇക്കുറി ഏർപ്പെടുത്തിയിട്ടുണ്ട്, മാറ്റങ്ങളുണ്ട്. ഒരു തരത്തിലും ഉള്ള ക്രമക്കേടുകൾ അനുവദിക്കില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ച് പറയുന്നത് ഇതെല്ലാം നമ്മൾ അല്പസമയം മുൻപ് വാർത്താ സമ്മേളനത്തിൽ കണ്ടു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.